السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനയുടെ മര്യാദകൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഫസ്ലിലേക്കാണ് പ്രവേശിക്കുന്നത്. 25-ാമത്തെ പേജാണ്. അടുത്ത ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, ചില ആളുകൾ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അവർക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അവർ ചില കാരണങ്ങൾ കണ്ടെത്തി ആ കാരണമാണ് ഉത്തരം ലഭിക്കാൻ സഹായിച്ചത് എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് എന്താണോ അവർ വിചാരിച്ചത് അത് മുൻനിർത്തിക്കൊണ്ട് പിന്നീട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ്. وكثيرا ما تجد أدعية دعا بها قوم فاستجيب لهم ويكون قد اقترن بالدعاء ضرورة صاحبه. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദാഹരണം പറയാം. ഒരാൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ ദുആഇന് അദ്ദേഹം ഉപയോഗിച്ച ലഫ്ള്, പദം, ആ പദമാണ് പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമായി തീർന്നത് എന്നാണ് വിചാരിച്ചത്. സാധാരണ നമുക്കറിയാം, ഒരുപാട് ആളുകൾ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഉടനെ എന്ത് ചെയ്യും? ആ പ്രാർത്ഥന അയച്ചു തരാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ പദം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച ലഫ്ള് അതൊക്കെയാണ് ഉത്തരം കിട്ടാൻ കാരണമായി തീർന്നിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട മര്യാദകൾ, അവൻ പുലർത്തിയ ഖുശൂഅ്, ഇതൊന്നും ആളുകൾ കണക്കിലെടുക്കൂലാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയണം, അവിടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമായിട്ടുണ്ടാവുക ആ ലഫ്ള് ആയിരിക്കുകയില്ല. ആ ലഫ്ള് ഒരു കാരണമാണ്, മറിച്ച് അതിനേക്കാളും അപ്പുറം അവൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭം, അവൻ പ്രാർത്ഥിക്കുന്നത് സന്നിധഘട്ടത്തിലായിരിക്കും. അള്ളാഹു അല്ലാതെ എനിക്കൊരു രക്ഷയുമില്ല എന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പൂർണ്ണമായും അവന്റെ ഹൃദയം അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിലായിരിക്കും. അതോടൊപ്പം നന്മകൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഈ നന്മകൾ ചെയ്തതും അള്ളാഹുവിലേക്ക് മുന്നിടുന്നതും അവന്റെ ആ പ്രയാസ സന്ദർഭവും അതോടൊപ്പം ആ പ്രാർത്ഥിച്ചത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയത്തായിരിക്കും അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളാണ് ശരിക്കും അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത്. പക്ഷെ വേറെ പല കാരണങ്ങളും എന്ത് ചെയ്യും? അവൻ ഊഹിക്കുകയും വിചാരിക്കുകയും ഇതാണ് എന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഇടയായത് എന്ന് കരുതുന്ന. അങ്ങനെയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് അതിന് വേറൊരു ഉദാഹരണം കൊടുക്കുകയാണ്. وهذا كما إذا استعمل رجل دواء نافعا في الوقت الذي ينبغي على الوجه الذي ينبغي فانتفع به فظن غيره أن استعمال هذا الدواء بمجرده كاف في حصول المطلوب كان غالطا. ഇത് ഏതുപോലെയാണ്? ഇതിന് സമാനമായ ഒരു ഉദാഹരണം പറയാം. ഒരാൾ മരുന്ന് കുടിച്ചു, രോഗം ശിഫയായി, രോഗത്തിന് ശമനം ലഭിച്ചു. അപ്പൊ ഇത് പുറമെ നിന്ന് കാണുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് എന്താ? ആ ഗുളികയാണ്, ആ മരുന്നാണ് ഷിഫക്ക് കാരണമായത് എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് മരുന്ന് കുടിച്ച സന്ദർഭം, മരുന്ന് കുടിച്ച രീതി, ആ മരുന്ന് കുടിക്കുന്ന സന്ദർഭത്തിൽ പാലിച്ച ഒരുപാട് കാര്യങ്ങൾ, ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമായിട്ടുണ്ടാവുക. എന്നാൽ ചില ആളുകൾ എന്ത് ധരിക്കും? ആ മരുന്ന് മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, ചില ആളുകൾ ചില ഡോക്ടറിന്റെ അടുത്ത് പോകും. ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് രോഗത്തിന് ഷിഫ കിട്ടിയിട്ടുണ്ടാകും. ആളുകൾ എന്താ വിചാരിക്കുക? ഇത് ഈ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ രോഗത്തിന് ഷിഫ ഉണ്ടെന്നാണ് വിചാരിക്കാം. മറിച്ച് അദ്ദേഹം നല്ല ഡോക്ടറായിരിക്കാം, അദ്ദേഹം പറഞ്ഞു തന്നെ നമുക്ക് ഉപകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഒരു രോഗി മരുന്ന് സ്വീകരിച്ചു, എന്നിട്ട് അവന്റെ ആ മരുന്ന് കുടിക്കുകയും
മരുന്ന് കുടിച്ചത് മൂലം അത് കാരണത്താൽ അവന്റെ രോഗത്തിന് ശമനം ലഭിക്കുകയും ചെയ്തു. ഇത് പുറമെ നിന്ന് കാണുന്ന ഒരാൾ വിചാരിക്കുന്ന ആ മരുന്നാണ് എല്ലാം എന്ന്. അങ്ങനെയല്ല കരുതേണ്ടത്. മറിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പാരഗ്രാഫിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നല്ലൊരു ഉദാഹരണം കൊടുക്കുകയാണ്. അതായത് ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഒരുപാട് ആളുകൾ അനുഭവം പറയുന്നുണ്ട്. ഖബറിന്റെ അടുക്കൽ പോയിട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് സ്വീകരിക്കാത്തത് ഖബറിന്റെ അടുക്കൽ പോയപ്പോ സ്വീകരിച്ചു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആ ഖബറാളിയല്ല അവന് ഉത്തരം കൊടുക്കുന്നത്, അള്ളാഹു ആണ് ഉത്തരം കൊടുക്കുന്നത്. ഒരിക്കലും ആ ഖബറാളിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കൂല. അവൻ ചെയ്ത പ്രവർത്തനം ഷിർക്കുമാണ്. അവൻ ചെയ്ത പ്രവർത്തനം ഷിർക്കാണ്, കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ആ വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ കാഫിറാണ് എന്നോ അവിശ്വാസിയാണ് എന്നോ പറയാൻ പോവുകയില്ല. പക്ഷെ അവൻ ചെയ്ത പ്രവർത്തനം കുഫർ അടങ്ങിയതാണ്, അവൻ ചെയ്ത പ്രവർത്തനം ഷിർക്കുള്ളതാണ് എന്ന് നമ്മൾ വ്യക്തമായി പറയും. അപ്പൊ ആ സന്ദർഭത്തിൽ അവൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നു. അവൻ വിചാരിക്കുന്ന എന്താ? ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച ഷിർക്ക് ചെയ്ത മനുഷ്യൻ വിചാരിക്കുന്ന എന്താ? ആ ഖബറിന്റെ അടുത്ത് പോയത് കൊണ്ടാണ് എനിക്ക് ഉത്തരം ലഭിച്ചത് എന്ന് വിചാരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് അങ്ങനെയല്ല എന്നാണ്. മറിച്ച് അവിടെ പോയ സന്ദർഭത്തിൽ അവന്റെ ലറൂറത്തിന്റെ സന്ദർഭമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഭയങ്കരമായ പ്രയാസഘട്ടത്തിൽ അല്ലാഹു അല്ലാതെ പ്രാർത്ഥനക്ക് ഉത്തരം ആരാണ് നൽകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഖബറിന്റെ അടുക്കൽ പോയി എന്നുള്ളതല്ല കാരണം, മറിച്ച് മറ്റു പല കാരണങ്ങളും അവിടെ വന്നിട്ടുണ്ട് എന്നാണ്. വമിൻ ഹാദാ, ഇതിൽപ്പെട്ടതാണ് അന്നഹു ഖദ് യത്തഫിഖു ദുആഉഹു ബിൽതിറാരിൻ ഇൻദ ഖബറിൻ. ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന്റെ അവസ്ഥ ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. അവൻ പൂർണ്ണമായ നിലക്കും അവന്റെ മനസ്സിന്റെ സാന്നിധ്യം കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ കാരണമായിട്ടുണ്ടാവുക എന്നാണ്. എന്തായിരിക്കൂല? ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നതേ അല്ല എന്നാണ്. കാരണം അതൊരു കാരണമായിട്ട് അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാം, ഫയദുന്നുൽ ജാഹിലു അന്ന സിർറൽ ഖബർ, ജാഹിലായ വ്യക്തി മനസ്സിലാക്കുക ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചതിന്റെ രഹസ്യം ഖബറാണ് എന്നാണ്. വലം യഅലം, അവൻ മനസ്സിലാക്കിയിട്ടില്ല, അന്ന സിർറ ലിൽ ഇൽതിറാരി വസിദ്ഖിൽ ലജഇ ഇലല്ലാഹ്, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള രഹസ്യം, അതിന് പ്രധാനപ്പെട്ട കാരണം വമൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു, ഇൽതിറാറിന്റെ ഘട്ടാണ്, ഭയങ്കരമായ പ്രയാസത്തിന്റെ ഘട്ടാണ്. രണ്ടാമത്തതോ സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ്. എന്തല്ല? ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതേ അല്ല എന്ന്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന മസ്അല ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതല്ല, മറിച്ച് ഖബറിന്റെ അടുക്കലിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത്. ചില ആളുകൾ അതിന് ബറക്കത്തുണ്ട്, പെട്ടെന്ന് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ ചില സൂഫിയാക്കൾ, ചില ഷിയാക്കൾ പഠിച്ചു വിട്ടിട്ടുണ്ട്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല എന്ന്. ഇതിനോട് തന്നെ നമുക്ക് തുലനം ചെയ്ത് പറയാൻ പറ്റുന്നതാണ്, അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അന്യമതസ്ഥരായ ആളുകൾ, അവരും പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നു. അപ്പൊ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരാൾക്ക് പറയാൻ സാധിക്കുമോ ആ പ്രാർത്ഥിക്കപ്പെട്ട ആൾ ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്ന് ശരിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കൃത്യമായ കാരണങ്ങളുണ്ട്, കൃത്യമായ മര്യാദകളുണ്ട്. ആ മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച മര്യാദകളും നിബന്ധനകളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഇനി അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ വീട്ടിൽ, അള്ളാഹുവിന്റെ പള്ളികളിലാണ് നടന്നതെങ്കിലോ അതാണ് ഏറ്റവും നല്ലതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതും. എന്നാൽ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമല്ല എന്ന്. അതാണ് ആ ഫസ്ലിൽ പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ ഫസ്ലുകളിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ കാരണമായി തീരുന്നത് നമ്മൾ മുമ്പ് പഠിപ്പിച്ച നിബന്ധനകളും മര്യാദകളും നിർദ്ദേശങ്ങളുമാണ്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഊഹങ്ങളോ നമ്മൾ ചില ആളുകളുടെ ജീവിതത്തിൽ കണ്ട ചില അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല
പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. മറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ട മര്യാദകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ദുർബലരായി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ദുർബലൻ എന്ന് പറയുന്നിടത്ത് പറയുന്നത് പ്രാർത്ഥനയെ തൊട്ട് അശക്തനായവനെന്നാണ്. പ്രാർത്ഥിക്കാൻ കൈ ഉയർത്താൻ സാധിക്കാത്തവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക, അതിന് പറയപ്പെട്ട മര്യാദകളും മറ്റൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. ഫസ്ലുൻ, അടുത്ത ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വൽ അദ്ഇയതു വത്തഅവ്വുദാതു ബിമൻസിലത്തി സിലാഹി വസ്സിലാഹു ബിദാരിബിഹി ലാ ബിഹദ്ദിഹി ഫഖത്ത്. പ്രാർത്ഥന, ശരണം തേടുക, ഇതൊക്കെ ഒരു ആയുധത്തിനോട് തുലനം ചെയ്യുകയാണ്. ഒക്കെ സിലാഹ് പോലെയാണ്, ഒരു വാള് പോലെയാണ് എന്ന് പറയാം. വാൾ എങ്ങനെയാണ്? ആ വാൾ ഉപയോഗിക്കുന്ന ആൾ, അദ്ദേഹം ഒരു ഘടകമാണ്. അദ്ദേഹം മാത്രമാണോ ഘടകം? അല്ല, മറിച്ച് അത് മൂർച്ചയുണ്ടോ ഇല്ലേ എന്നുള്ളതും ഘടകം. മൂർച്ച മാത്രമാണോ ഘടകം? അതുമല്ല. അപ്പോ ഒന്ന്, അത് ഉപയോഗിക്കുന്ന ആൾ ആര്, അതൊരു ഘടകമാണ്. രണ്ടാമത്തെ, അതിന് മൂർച്ചയുണ്ടോ ഇല്ലേ എന്നത് ഘടകമാണ്. മൂന്നാമത്തേത്, ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്നതും ഘടകമാണ്. ഈ മൂന്നെണ്ണം യോജിക്കുമ്പോഴാണ് ഒരു ശത്രുവിന് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പരിക്ക് പറ്റാന്ന്. അല്ലെങ്കിലോ ശത്രുവിന് പരിക്കുണ്ടാവില്ല, ശത്രുവിന് വിചാരിച്ച രൂപത്തിൽ പരിക്കേൽക്കപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. كان السلاح سلاحا تاما لا آفة به والساعد ساعد قوي والمانع مفقود حصلت به النكاية في العدو. അപ്പോ വാള് അതിന് യാതൊരു പോരായ്മയില്ല, പരിക്കില്ല, അത് വളരെ മൂർച്ചയുള്ളതാണ്. അത് ഉപയോഗിക്കുന്ന ആൾ പരിശീലനം ലഭിച്ച വ്യക്തിയാണ്, ഒരു തടസ്സവുമില്ല. ഇങ്ങനെയാണ് അവന്റെ ആയുധം ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായാലും ശത്രുവിന് പരിക്കേൽക്കുമെന്നതാണ്. ഇതുപോലെയാണ് പ്രാർത്ഥന എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി അതിപ്രധാനാണ്. പ്രാർത്ഥിക്കുന്ന രൂപം, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതും പ്രധാനാണ്. മൂന്നാമത്തേത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. തടസ്സങ്ങൾ എന്താ? ഹറാമ് ഭക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സങ്ങളാണ്. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അതിനെ വാളിനോട് ഉപമിച്ചുകൊണ്ട് നമുക്ക് കാര്യം വ്യക്തമാക്കി തരാം. അൽഹംദുലില്ലാഹ്. അടുത്ത ഫസ്ല് വഹുനാ സുആലുൻ മഷ്ഹൂർ. ഇത് അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഫസ്ലാണ്. വഹുനാ സുആലുൻ മഷ്ഹൂർ, വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ചോദ്യം കൊടുക്കുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് വഴിവഴച്ചുപോയ വ്യതിയാന കക്ഷികളായ ഒരുപാട് ആളുകൾ അവരെന്താണ് ആ ചോദ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്തുത്തരമാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ് അവരുടെ നിലപാടും, എന്താണ് സലഫികളുടെ നിലപാടും എന്നത് വ്യക്താക്കുന്നുണ്ട്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾക്ക് ചിലപ്പോൾ ഇടക്കിടക്കൊക്കെ കേൾക്കാനിടയിലുള്ള ഒരു ചോദ്യം കൂടിയാണ്. വഹുവ അന്നൽ മദ്ഉവ ബിഹി ഇൻ കാന ഖദ് ഖുദ്ദിറ ലം യകുൻ ബുദ്ദുൻ മിൻ വുഖൂഇഹി ദഅ ബിഹിൽ അബ്ദു ഔ ലം യദ്ഉ വഇൻ ലം യകുൻ ഖദ് ഖുദ്ദിറ ലം യഖഅ സവാഅൻ സഅലഹുൽ അബ്ദു ഔ ലം യസ്അൽഹു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദ്യം വിവരിക്കുക. അതായത് ഒരാൾ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് അവന് മുമ്പേ രേഖപ്പെടുത്തിയതാണെങ്കിൽ ലഭിക്കുമെന്ന് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രേഖപ്പെടുത്തിയത് ലഭിക്കുകയും ചെയ്യും. അത് പ്രാർത്ഥിച്ചാലും ശരി, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ശരി. ഇനി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ല, അള്ളാഹു ഖദറാക്കിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ലഭിക്കൂല. അപ്പൊ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയാം. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, ഖദാ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് അൽ ഇൽമു, അറിവാണ്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. രണ്ടാമത്തത് അൽ കിതാബത്തു, അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന് അറിവുള്ള കാര്യങ്ങൾ അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചു. മൂന്നാമത്തത് അൽ മഷീഅ, അള്ളാഹു അത് ഉദ്ദേശിക്കും. നാലാമത്തത് അള്ളാഹു അത് സൃഷ്ടിക്കും.
അപ്പൊ അള്ളാഹുവിന് എല്ലാം അറിയാം. അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ചതാണ് എങ്കിൽ, കിട്ടുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയതാണെങ്കിൽ പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം? കിട്ടുകയില്ല എന്ന അള്ളാഹു രേഖപ്പെടുത്തിയതെങ്കിൽ പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം? രണ്ടായാലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കണക്കാണ്. രേഖപ്പെടുത്തിയാൽ കിട്ടും, രേഖപ്പെടുത്തിയില്ലെങ്കിൽ കിട്ടൂല. അപ്പൊ പ്രാർത്ഥനക്ക് എന്ത് ഫലം എന്നാണ് ചോദ്യം. പ്രാർത്ഥനക്ക് എന്ത് ഫലം, പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിക്കാം. അതിന് ഓരോ വിഭാഗത്തെ കുറിച്ചും പറയാം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതിൽ ഓരോ വിഭാഗത്തെ കുറിച്ചും പറയാം. ഒന്നാമത്തെ വിഭാഗം പറയുന്നത് فتركت الدعاء وقالت لا فائدة فيه وهؤلاء مع فرط جهلهم وضلالهم متناقضون فإن طرد مذهبهم يوجب تعطيل جميع الأسباب. ഒരു വിഭാഗം വിചാരിച്ചു, ഈ ചോദ്യം ശരിയാണല്ലോ, ഈ ചോദ്യം നല്ല ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥന ഒഴിവാക്കി. പ്രാർത്ഥന കൊണ്ട് ഒരു ഫായിദയുമില്ല എന്നാണ് ജാഹിലീങ്ങളായ, അറിവില്ലാത്ത, വഴിപിഴച്ച അവരുടെ അഭിപ്രായം തന്നെ അവർക്കെതിരാണ്. അവരുടെ അഭിപ്രായം തന്നെ അവരുടെ പല കാര്യങ്ങളോടും എതിരാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ ചോദ്യം ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന ഒഴിവാക്കി എന്ന്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇവരുടെ മദ്ഹബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ വീക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാം ഒഴിവാക്കേണ്ടി വരുന്ന, ജീവിതത്തിലെ എല്ലാം ഒഴിവാക്കേണ്ടി വരും. കാരണം എല്ലാം അള്ളാഹു കണക്കാക്കിയതാണ്. അള്ളാഹു എല്ലാം കണക്കാക്കിയതാണെങ്കിൽ പിന്നെ എന്തിന് ചെയ്യണം? അതൊക്കെ ആ സമയത്ത് നടക്കുമെന്ന് വിചാരിച്ചാൽ പോരെ. ഒരാൾക്ക് വിശപ്പുണ്ട് അല്ലെങ്കിൽ ദാഹമുണ്ട്, ഇത് അള്ളാഹു മുമ്പേ എഴുതി വെച്ചതാണ് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ ഓനെന്തിനു ഭക്ഷിക്കണം? പിന്നെന്തിനു ഭക്ഷിക്കാതിക്കണം? ഭക്ഷിച്ചാലും ഭക്ഷിച്ചില്ലെങ്കിലും കണക്കാണ്. കാരണം അള്ളാഹു മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു മുമ്പേ എഴുതി വെച്ചു. ആ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും തിന്നട്ടെ തിന്നാതിരിക്കട്ടെ, എന്താണ് അതുകൊണ്ട് ഉപകാരം എന്നാണ് തിരിച്ച് അവരോട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. രണ്ടാമതായി പറയാൻ, നിനക്ക് അള്ളാഹു കുട്ടിയെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാകണമല്ലോ. നീന് നിന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടാലും ശരി, ബന്ധപ്പെട്ടില്ലെങ്കിലും ശരി, അള്ളാഹു എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കൂലേ. പിന്നെന്തിനാണ് ആ പ്രവർത്തനത്തിന് നീ മുതിരുന്നത്? അള്ളാഹു നിനക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അത് സംഭവിക്കൂല, പിന്നെന്തിന് നീ ബന്ധത്തിൽ ഏർപ്പെടണം? വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ വിവാഹത്തിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹു രേഖപ്പെടുത്തിയ നിനക്ക് ലഭിക്കും, രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലഭിക്കൂല. അപ്പോ കല്യാണം കഴിച്ചാലും ശരി, കഴിച്ചിട്ടില്ലെങ്കിലും ശരി കണക്കാണ്. ബന്ധപ്പെട്ടാലും ശരി, ബന്ധപ്പെട്ടില്ലെങ്കിലും ശരി കണക്കാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. കാരണം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അല്പത്തരം, ഇവരുടെ വിജ്ഞാനമില്ലായ്മ. കാരണം എന്താ? ദീനീപരമായ കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ഖദറിനെ മറയാക്കാറുള്ളത്. ദീനീപരമായ കാര്യം വരുമ്പോൾ ഖദറിനെ മറയാക്കും. അതേ സമയത്ത് ദുനിയവിയായ കാര്യം വരുമ്പോഴോ അവർ ഖദറിനെ സ്വീകരിക്കും. അവരെന്ത് ചെയ്യും? ജോലി പഠിച്ചു വീട്ടിലിരുന്നാൽ പോരെ, എന്തിനാണ് ജോലി അന്വേഷിച്ചു പോകുന്നത് എന്ന് ചോദിച്ചാലോ, ജോലി അന്വേഷിച്ചു പോകുന്നതും ഖദറിന്റെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അന്വേഷിച്ചു പോകാതിരുന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കുകയില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ദുനിയാവിലേക്ക് എത്തുമ്പോൾ അവർ മാറാണ്. അതേസമയത്ത് ദീനിന്റെ വിഷയത്തുമ്പോഴോ അവർ നേരെ തിരിച്ചു വെക്കാണ്. അപ്പൊ അത് അപകടകരാണ്. അത് മാത്രല്ല, അത് അവരുടെ അല്പത്തരവുമാണ്. ചിലതിൽ അവർക്ക് ഖദർ തെളിവാണ്, ചിലതിൽ എന്തല്ല, ഖദർ തെളിവല്ല എന്നുള്ളത് എന്തല്ല, ശരിയല്ല. അവരുടെ അടിസ്ഥാനത്തിന് തന്നെ വിരുദ്ധ. ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുന്നത് എന്നാണ്. ഫഹൽ യഖൂലു ഹാദാ ആഖിലുൻ ഔ ആദമി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, ഒരു ബുദ്ധിയുള്ള ആൾ വേണ്ട, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ബലിൽ ഹയവാനുൽ ബഹീമു മഫ്തൂറുൻ അലാ മുബാശറത്തിൽ അസ്ബാബ് അല്ലതി ബിഹാ ഖിവാമുഹു വഹയാതുഹു. മറിച്ച് ഒരു മൃഗം, ആ മൃഗം പോലും കാരണങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. മൃഗത്തിനറിയാം എന്റെ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഇന്ന കാരണങ്ങൾക്ക് സ്വീകരിക്കണം. ആ കാരണം മൃഗം പോലും സ്വീകരിക്കുന്നുണ്ട്, അത് കാരണമായി ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ചില മനുഷ്യരെന്ത് ചെയ്യുന്നില്ല, കാരണത്തെ, അസ്ബാബുകളെ നിഷേധിക്കുകയാണ്, അസ്ബാബുകളെ തഅതീൽ ചെയ്യുകയാണ്. അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല, മൃഗങ്ങളാണ് അവരെക്കാളും ബുദ്ധിയുള്ള, അവരെക്കാളും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ. ബൽഹും അദല്ലു സബീല, അവർ അങ്ങേയറ്റം വഴിപഴച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകളുടെ സംശയം. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം? അള്ളാഹു ലഭിക്കും എന്ന് രേഖപ്പെടുത്തിയതാണെങ്കിൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ലഭിക്കും, ലഭിക്കുകയില്ല എന്നാണെങ്കിൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് ലഭിക്കൂല. അപ്പൊ പിന്നെ എന്തിനങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മറുപടി കൊടുത്തു. അതിന് മറുപടിയായി പറഞ്ഞത്, നിങ്ങൾക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൊടുത്തു. കുട്ടി ഉണ്ടാകാൻ അള്ളാഹു കാരണം വെച്ചിട്ടുണ്ട്. അള്ളാഹു കുട്ടി ഉണ്ടാകണമെങ്കിൽ അള്ളാഹു ചില കാരണങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാതിരുന്നാ പോരെ? ഈ പറയുന്ന ആള് പ്രാർത്ഥിക്കാതിരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ബന്ധപ്പെടാതിരിക്കണം, കല്യാണം കഴിക്കാതിരിക്കണം. കാരണം അള്ളാഹു മുമ്പേ അത് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കിട്ടും. കിട്ടില്ലെങ്കിലോ, കിട്ടില്ല എന്നാണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കിട്ടൂല. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ചെയ്യണം? പിന്നെ അതേ ചോദ്യം ഇവിടെയും പ്രസക്താണ്. ആ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ അവർ കുതറി മാറും. അവർ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മുണ്ടാട്ടുണ്ടാവും, അവർക്ക് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും, ഉത്തരം കൃത്യമായി പറയാൻ സാധിക്കുകയില്ല എന്ന്. അപ്പൊ ഇതാണ് അവർക്ക് കൊടുത്ത ഒന്നാമത്തെ മറുപടി. അത് മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു, ഏത് മനുഷ്യനും, സാധാരണ ഏത് മനുഷ്യനും കാരണം തേടി പോകും, ആ കാരണം ചെയ്യും. അങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് അവന്റെ തവക്കുലിന്റെ ഭാഗം. എന്താണ് തവക്കുൽ എന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്താ? കാരണങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്ന്. കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ പോലും നമ്മുടെ പൂർണ്ണമായ അവലംബം ആ കാരണമെല്ലാം അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നത്. അതിനുള്ള ദുനിയാവിലെ ഒരു കാരണമായി അള്ളാഹു ഇതിനെ വെച്ചിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്യാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുക എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനം സൂചിപ്പിക്കും. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാം. ചില ആളുകൾ ബുദ്ധിജീവികളായി ചമയുന്ന ചില ആളുകളുണ്ട്. അവർ പറയാം, രണ്ടാമത്തെ വിഭാഗം ആളുകൾ അൽ ഇസ്തിഗാലു ബിദ്ദുആഇ മിൻ ബാബി തഅബ്ബുദിൽ മഹദ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് പ്രാർത്ഥന കൊണ്ട് എന്തായാലും ഉപകാരമില്ല. അപ്പൊ പിന്നെ അവർ പറയാണ് പ്രാർത്ഥന കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം ഒരുപാട് ഹദീസുകളും മറ്റൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർ പറയും പ്രാർത്ഥന എന്നുള്ളത് അത് വെറും ആരാധന മാത്രമാണ്, അത് വെറും ആരാധന മാത്രമാണ്. യുസീബുല്ലാഹു അലൈഹി ദാഇ, അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കും. മിൻ ഗൈരി അൻ യകൂന ലഹു തഅസീറുൻ ഫിൽ മത്ലൂബി ബിവജ്ഹി മാ, ഒരു സ്വാധീനം ഉണ്ടാവില്ല പ്രാർത്ഥന കൊണ്ട്, തഅസീറില്ല, മറിച്ച് വെറും ഇബാദത്ത് മാത്രം. ഒരു കാര്യവും ഉണ്ടാവൂല, അതിനനുസൃതമായി ഒരു സ്വാധീനവും ഉണ്ടാവൂല, മറിച്ച് വെറുതെ ഒരു ഇബാദത്ത്. ആ ഇബാദത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ولا فرق عند هذا القيس بين الدعاء وبين الإمساك عنه بالقلب واللسان في التأثير في حصول المطلوب وارتباط الدعاء عندهم به كارتباط السقوط ولا فرق. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവർക്കും ഇതിനു ശേഷം വരുന്ന ഒരു വിഭാഗത്തിനും രണ്ടാളുകൾക്കും ഒറ്റ മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ഇബാദത്ത് മാത്രമാണ്, തഅസീറൊന്നുമില്ല, അതിന് സ്വാധീനമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്വാധീനത്തെ നിഷേധിച്ചു, അസ്ബാബുകളുടെ സ്വാധീനത്തെ നിഷേധിച്ചു. മൂന്നാമത്തെ വിഭാഗം ആളുകൾ വഖാല ത്വായിഫത്തുൻ ഉഖറ അഖ്യസു മിൻ ഹഉലാ, അവരെക്കാളും ബുദ്ധിജീവികളായി ചമയുന്ന ചില ആളുകൾ പറഞ്ഞു ബലിദ്ദുആഹു അലാമത്തുൻ മുജറദ, അത് വെറും ഒരു അടയാളം മാത്രമാണ്, വെറും ഒരു അടയാളം. നസബഹ അല്ലാഹു സുബ്ഹാനഹു അമാറതൻ അലാ ഖദാഇൽ ഹാജ, ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹു വെച്ച ചില അടയാളങ്ങളാണ്. ഫമതാ ഉഫിഖൽ അബ്ദു ബിദ്ദുആഇ കാന ദാലിക അലാമതൻ ലഹു വഅമാറതൻ അലാ അന്ന ഹാജതഹു ഖദ് ഖുദിയത്. ഒരാൾക്ക് അള്ളാഹു പ്രാർത്ഥിക്കാൻ തൗഫീഖ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തിനുള്ള അടയാളമാണ്? അവന്റെ ആവശ്യം അള്ളാഹു പൂർത്തീകരിക്കും എന്നതിന്റെ അടയാളമാണ്. വഹാദാ കമാ ഇദാ റഅയ്നാ ഗൈമൻ അസ്വദ ബാരിദൻ ഫീ സമനി الشിതാ ഫഇന്ന ദാലിക ദലീലുൻ വഅലാമത്തുൻ അലാ അന്നഹു യംതിർ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദാഹരണം പറയാം. ഇത് ഏതുപോലെയാണ്? ഇപ്പൊ മഴക്കാലാണ്, മേഘങ്ങളൊക്കെ കരുവാളിച്ച് നല്ല കറുത്തിരുണ്ട നിലക്ക് മേഘങ്ങളൊക്കെ മുകളിലുണ്ട്. അപ്പൊ ഈ മേഘങ്ങൾ മുകളിലുണ്ട് എന്നത് എന്തിന്റെ അടയാളമാണ്? മഴ വരും എന്നതിന്റെ അടയാളമാണ്, മഴ വരും എന്നതിന്റെ അടയാളം. അതുപോലെയാണ് പ്രാർത്ഥന എന്നാണ്, അതുപോലെ മാത്രമാണ് പ്രാർത്ഥന. മഴ വരണം നിർബന്ധമില്ലല്ലോ, മഴ വരണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതുപോലെയാണ് പ്രാർത്ഥനയുടെയും അവസ്ഥ. പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം ചെയ്യുള്ളൂ, നടക്കുള്ളൂ, പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന നിലക്കാണ് മൂന്നാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായവും
എത്തിച്ചേരുന്നത് എന്നാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണക്കാണ്. ليس شيء من ذلك سببا البتة ولا ارتباط بينه وبين ما يترتب عليه إلا مجرد الاقتران العادي لا التأثير السببي. അപ്പൊ ഇവരും അസ്ബാബുകൾ നിഷേധിച്ചു, കാരണത്തെ നിഷേധിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗവും മൂന്നാമത്തെ വിഭാഗവും ചെയ്തത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു ഇത് വെറും ഇബാദത്ത് മാത്രമാണ്, അതിലപ്പുറമൊന്നുമില്ല, തഅ്സീറൊന്നുമില്ല, സ്വാധീനമൊന്നുമില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് ഒരു അടയാളമായിട്ട് അള്ളാഹു വെച്ചതാണ്, അല്ലാതെ ഇതിനെന്തില്ല, വലിയ സ്വാധീനമൊന്നുമില്ല. ഏതുപോലെ മഴ അള്ളാഹു പെയ്യിപ്പിക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നതിന് മുമ്പ് കാർമേഘങ്ങൾ ഒരു അടയാളമാണ് എന്നതുപോലെ ദുആ ഒരു അടയാളമാണ്, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം നമ്മൾ പറയുക. വഖാലഫു ബിദാലികൽ ഹിസ്സ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ ഹിസ്സിനെതിരാണ് എന്ന്. അവർ ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെതിരാണ്. നമ്മളൊന്ന് നോക്കിയേ, എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് പേടിയുണ്ട്, അവൻ ഏതെങ്കിലും രൂപത്തിൽ നമ്മെ വധിക്കാനോ നമ്മെ ആക്രമിക്കാനോ വരും എന്ന് പേടിയുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം വിധിച്ചതല്ലേ, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും. എന്തും ദുനിയാവിൽ ഏതൊരു കാര്യവും എടുത്തു നോക്കും, നമ്മൾ അതിൻ്റെതായ കാരണങ്ങൾ സ്വീകരിക്കാറുണ്ട്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സ്ക്രീൻ കാർഡും മറ്റൊക്കെ അതിനെന്ത് ചെയ്യും, വെച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ ജോലിയുടെ വിഷയം, ദുനിയാവുമായി നമ്മൾ ഇടപഴകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഈ സന്ദർഭങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാരണം സ്വീകരിക്കുന്നുണ്ട്. ഒരു പരീക്ഷ നമുക്ക് വരികയാണെങ്കിൽ ആ പരീക്ഷക്ക് നമ്മൾ കൃത്യമായി ഒരുങ്ങാറുണ്ട്. നമ്മൾ എന്ത് കാരണം പറയുന്നില്ല? അള്ളാഹു തീരുമാനിച്ചു വെച്ചു കഴിഞ്ഞതല്ലേ, ഇനി ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒക്കെ കണക്കാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നില്ല. അപ്പൊ ഇത് ഹിസ്സിനെതിരാണ് എന്ന്. നമ്മൾ പൊതുവെ ചെയ്തു പോകുന്ന കാര്യങ്ങൾക്കെതിരാണ് ഒന്ന്. രണ്ടാമത്തത് അൽ അഖൽ, ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ല, ഇത് ബുദ്ധിക്കെതിരാണ്. മൂന്നാമത്തത് അശ്ശറ, ദീനിനെതിരാണ്. നാലാമത്തത് അൽ ഫിത്ര, മനുഷ്യന്റെ ഫിത്രത്ത് എന്താ? മനുഷ്യന്റെ ഫിത്രത്ത് ഒരു കാര്യം നേടിക്കിട്ടണമെങ്കിൽ ആ കാരണവുമായി ബന്ധപ്പെടണം എന്നതാണ് മനുഷ്യന്റെ ഫിത്രത്ത്. ആ ഫിത്രത്തിനെതിരാണ്. മനുഷ്യന് ദാഹിച്ചു കഴിഞ്ഞാൽ, വിശന്നു കഴിഞ്ഞാൽ ഭക്ഷിക്കണം, ഭക്ഷണം കഴിക്കാൻ പോകും. എന്തിനുവേണ്ടി? ആ വിശപ്പ് മാറാൻ വേണ്ടി. അത് അള്ളാഹു കാരണമായി വെച്ചതാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹു എഴുതി വെച്ചതാണ്. പിന്നെ എന്തിനു ഭക്ഷിക്കാൻ പോകണം, പിന്നെന്തിനാണ് കഴിക്കാൻ പോകേണ്ടത് എന്നിങ്ങനെ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളിൽ നിന്ന് അവർ കുതറി മാറും. എന്നിട്ട് പറയാം, ഇവരെല്ലാ ബുദ്ധിജീവികളായ ആളുകൾക്കും എതിരെയാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അല്ല, മറിച്ച് ബുദ്ധിയുള്ള ആളുകളെ ഇവർ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ അശായിറക്കാര്, ഇവരുടെ വിശ്വാസം ഇതാണ്. ഇവർ അസ്ബാബുകളെ നിഷേധിക്കുന്ന ആളുകളാണ്. അസ്ബാബിന് യാതൊരു തഅ്സീറുമില്ല, യാതൊരു സ്വാധീനവുമില്ല എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് അൽ അസ്ബാബു മുഅസ്സിറത്തുൻ, അസ്ബാബിന് കാരണങ്ങൾക്ക് സ്വാധീനമുണ്ട്. ലാ ബിദാതിഹാ ബൽ ബിതഖ്ദീരില്ല, പക്ഷെ അതെങ്ങനെയല്ല, ആ കാരണത്തിന് തന്നെ പൂർണ്ണമായ നിലക്ക് സ്വാധീനിക്കാൻ സാധിക്കൂല. പക്ഷെ അതൊരു സ്വാധീനമാണ്. ആരുടെ കണക്ക് പ്രകാരം, ആരുടെ തീരുമാനപ്രകാരം? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. ഉദാഹരണം പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാകും. ഇപ്പൊ ഉദാഹരണത്തിന് മരുന്നെടുക്കാം. രണ്ടാളുകൾക്ക് ഒരേ രോഗം ബാധിച്ചു, രണ്ടാളുകളും ഒരേ മരുന്ന് കഴിക്കുന്നു. ആ മരുന്നൊരു കാരണമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മരുന്ന് സ്വീകരിക്കുന്നത്. നമുക്കറിയാം മരുന്നൊരു കാരണമാണ്, അതിന് സ്വാധീനം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. രണ്ടാളുകളും മരുന്ന് കുടിക്കുന്നു, പക്ഷെ ഒരാളുടെ രോഗം പൂർണ്ണമായ നിലക്ക് ശമനം ഉണ്ടാകുന്നു, മറ്റൊരാളുടെ രോഗത്തിന് ശമനമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയുന്നത് രണ്ടാളും കുറിച്ച് ഒരേ മരുന്നല്ലേ, എന്തുകൊണ്ട് രണ്ടാളുകൾക്കും പൂർണ്ണമായ ശമനം ഉണ്ടായില്ല, എന്ന ഒരാൾക്ക് ശമനം ഉണ്ടായി? അപ്പൊ നമ്മളിവിടെ പറയും അൽ അസ്ബാബു മുഅസ്സിറ, കാരണത്തിന് സ്വാധീനമുണ്ട്, പക്ഷേ ലാ ബിദാതിഹാ, ആ കാരണത്തിന് തന്നെ തനതായ നിലക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ലാത്ത നിലക്ക് കാരണത്തിന് സ്വാധീനിക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ആ കാരണം തന്നെ സ്വാധീനിക്കാൻ മതിയായതാണെങ്കിൽ രണ്ടാളുകളുടെ രോഗത്തിനും ശമനം ഉണ്ടാകണം. പക്ഷെ ഉണ്ടായിട്ടില്ല, ഒരാളുടെ ഉണ്ടായിട്ടുള്ളൂ. അവിടെയാണ് അടുത്ത വരി നമ്മൾ പറയാം ബൽ ബി തഖ്ദീരില്ല, അള്ളാഹുവിന്റെ ഖദറിനോട് ഒത്തുവരികയും ചെയ്യണം. അള്ളാഹുവിന്റെ ഖദറിനോട് ഒത്തുവരികയും ചെയ്യണം. അപ്പൊ നമ്മൾ ഗുളിക കുടിക്കുന്നു, ഗുളിക ഒരു കാരണമാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പൂർണ്ണമായ തവക്കുൽ ആരിലേക്കാണ്?
അള്ളാഹുവിലേക്കാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതേ സമയത്ത് അശാഇറക്കാരുടെ വിശ്വാസം എന്തല്ല, ഇതല്ല എന്ന്. അവര് പറയുന്നത് കാരണത്തിന് യാതൊരു തഅ്സീറില്ല എന്ന്. ഉദാഹരണത്തിന് ഞാനൊരു കല്ലെടുത്തിട്ട് ഒരു ജനാലയിലേക്ക് എറിയുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ ജനാല പൊട്ടി. ആ സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും അശാഇറത്തിന്റെ വിശ്വാസവും തമ്മിൽ വേർതിരിയുന്നുണ്ട്. അശാഇറക്കാർ പറയാം ആ കല്ലല്ല പൊട്ടാനുള്ള കാരണം എന്നാണ്. പൊട്ടാനുള്ള കാരണം കല്ലല്ല, മറിച്ച് അള്ളാഹു ഖദറാക്കി, അപ്പൊ അത് പൊട്ടിയെന്ന്. അള്ളാന്റെ ഖദർ അവിടെ ഉണ്ടായി, അപ്പൊ അത് പൊട്ടിയതാണ്. അല്ലാതെ കല്ലിന് യാതൊരു സ്വാധീനം ഇല്ലാന്ന്. കല്ലും ജനാലയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, കല്ല് കാരണമാണ്, കല്ലിന് സ്വാധീനിക്കാൻ പറ്റും. ബൽ ബി തഖ്ദീരില്ല, പക്ഷെ പൂർണ്ണമായ നിലക്ക് പറ്റൂല. അള്ളാഹുവിന്റെ ഖദർ ഉണ്ടാകണം. അപ്പൊ അശായർക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാരണത്തെയും നിഷേധിക്കണം. കാരണവുമായി എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിഷേധിക്കുക എന്നതാണ് ഈ പറയുന്ന അശായറത്തിന്റെ സ്വഭാവം. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാളെ മുഖത്തൊക്കെ അടിക്കാൻ പാടില്ല. ഉദാഹരണം എന്ന നിലക്ക് പറയാം, നമ്മൾ ഒരാളെ മുഖത്തൊക്കെ അടിച്ചിട്ട് ഒരു അശ്അരിയായ വ്യക്തി എന്താ പറയാ? ഒരു അശ്അരിയായ വ്യക്തി പറയുന്നത് ഓനക്ക് വേദന ഉണ്ടായി. ഓൻ പറയാ എന്റെ അടിയല്ല നിനക്ക് വേദനിക്കാനുള്ള കാരണം എന്ന്. ഞാൻ അടിച്ചത് കൊണ്ടല്ല നിനക്ക് വേദന ഉണ്ടായത്, മറിച്ച് വേദന എന്നുള്ളത് അള്ളാഹു ഖദറാക്കിയതാണ്. അപ്പന്റെ അടി അവിടെ ഉണ്ടായി, അതുകൊണ്ട് നിനക്ക് വേദന ഉണ്ടായി. അല്ലാതെ എന്റെ അടിയും വേദനയുമായിട്ട് യാതൊരു ബന്ധമില്ല, അള്ളാഹു കണക്കാക്കിയതാണ് എന്ന് പറയും. ആ സമയത്ത് അഹ്ലുസുന്ന പറയുന്നതോ അല്ല, അത് കാരണമാണ്, ആ കാരണത്തിന് സ്വാധീനമുണ്ട്. ബൽ ബി തഖ്ദീരില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അവര് അശായറത്ത് സ്വീകരിച്ച മദ്ഹബുമായി നമ്മൾ സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന വ്യവഹാരങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകും. മനുഷ്യന്മാർ നടത്തുന്ന വ്യവഹാരങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന അവസ്ഥ. എന്തും ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് പറഞ്ഞാൽ മതി, അതിനൊരു സ്വാധീനമില്ല, എല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഖലിന് വിരുദ്ധമാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്. വസ്സവാബു അന്നഹ ഖിസ്മൻ സാലിസൻ ഗൈറ മാ ദക്കറഹു السائل وهو ان هذا المقدور قدر باسباب. അവിടെയാണ് നമ്മൾ പറയാം എല്ലാം ഖദറാണ് എന്ന്. നമ്മൾ ചെയ്യുന്ന കാരണങ്ങളും നമ്മുടെ ഖദറിൽ രേഖപ്പെടുത്തിയതാണ്. നമുക്കൊരു കാര്യം ലഭിക്കണം എന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാരണം നമ്മൾ സ്വീകരിക്കുകയും വേണം. ആ സ്വീകരിക്കുക എന്നതും ഖദറിന്റെ ഭാഗമാണ്. ഉദാഹരണം, നമ്മൾ ഒരു ജോലി അന്വേഷിച്ചു പോകുന്നു. എന്തിനു വേണ്ടി? ജോലി ലഭിക്കുക എന്നതിനു വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ജോലി ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ജോലി അന്വേഷിച്ചു പോവുക എന്നതും ഖദറാണ്, ജോലി ലഭിക്കുക എന്നതും ഖദറാണ്. അപ്പൊ ഇതാണ് ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ അള്ളാഹു നമുക്കൊരു കാര്യം ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാരണവും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമെന്ന കാര്യവും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നാൽ അതേ സമയത്ത് ഒരു കാര്യം കിട്ടൂല എന്നാണെങ്കിലും അള്ളാഹു അതുമായി ബന്ധപ്പെട്ട കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ടാകൂല, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഖദറിൽ നിന്ന് ഖദറിലേക്കാണ് പോകുന്നത് എന്ന്. എല്ലാം അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും ദുനിയാവിലെ ക്രയവിക്രയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. വമിൻ അസ്ബാബിഹി ദുആ ആണ് നമുക്ക് അള്ളാഹു എഴുതി വെച്ച കാര്യം ലഭിക്കാനുള്ള കാരണം. ഫലം യുഖദ്ദിർ മുജറദൻ അൻ സബബിഹി വലാകിൻ ഖുദ്ദിറ ബിസബബിഹി. ഒരു കാര്യവും അള്ളാഹു കാരണമില്ലാതെ ലഭിക്കും എന്ന നിലക്കല്ല അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത്, മറിച്ച് സബബുകൾക്ക് അനുസൃതമായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കാം. ഫമതാ അതൽ അബ്ദു ബിസബബി, അടിമ കാരണവുമായി വന്നു കഴിഞ്ഞാൽ വഖഅൽ മഖ്ദൂർ, ആ മഖ്ദൂർ സംഭവിക്കും. വമതാ ലം യഅതി ബിസബബ്, കാരണവുമായി വന്നിട്ടില്ലേ, ഇൻതഫൽ മഖ്ദൂർ, ആ കാര്യം നടക്കൂല. വഹാദാ കമാ ഖുദ്ദിറ അശ്ശിബഉ والري بالأكل والشرب وقدر الولد كما قدر الولد بالوطن وقدر حصول الزرع بالبذر وقدر خروج نفس الحيوان بذبحه وكذلك قدر دخول الجنة بالأعمال ودخول النار بالأعمال. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതും അവിടെ നമുക്ക് ഇതേ ചോദ്യം അവർ ചോദിച്ചതുപോലെ ചോദിക്കാം. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്തിന് ഞാൻ പ്രവർത്തിക്കണം? അവിടെയാണ് പറയുന്നത് അങ്ങനെയല്ല. എന്തൊരു കാര്യം ലഭിക്കണമെങ്കിലും ആ കാര്യവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ നമ്മൾ ചെയ്യണം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്താ? അഅ്മാലുകൾ കാരണമാണ്.
അഅ്മാലുകൾ ഒരു കാരണമാണ്. എന്നാൽ അതിനേക്കാളും ഉപരി അഅ്മാലുകൾ ഉണ്ടാകണം. അഅ്മാലുകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റൂല. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തുമാണ് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ അമല് കാരണമാണ്, അള്ളാഹിന്റെ റഹ്മത്ത് കാരണമാണ്. ഈ പറയുന്നതൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാണ്. ഒരു കാരണവും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ്. വഹാദൽ ഖിസ്മു ഹുവൽ ഹഖ്, ഇതാണ് യഥാർത്ഥമായ വിഭാഗം. വഹുവല്ലദീ ഹുരിമഹു സ്സായിലു വലം യുവഫഖ് ലഹു, എന്നാൽ ഈ ഹക്കാണ് അവന് ഹറാമായിട്ടുള്ളത്, ചോദ്യകർത്താവിന് ഹറാമായിട്ടുള്ളത്. ആ ചോദ്യത്തിലേക്ക് അവന്, ആ ഉത്തരത്തിലേക്ക് അവന് തൗഫീഖ് ലഭിക്കാതെ പോയത് എന്നാണ്. അപ്പൊ വീണ്ടും ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാണ്, ജീവിതത്തിൽ എന്ത് നമുക്ക് ലഭിക്കണമെങ്കിലും നമ്മൾ കാരണവുമായി ബന്ധപ്പെടണം. എന്നാൽ അതേ സമയത്ത് നമുക്ക് കാരണത്തിലല്ല നമ്മുടെ അവലംബം ഉണ്ടാകേണ്ടത്, നമ്മുടെ അവലംബം പൂർണ്ണമായും അള്ളാഹുവിലായിരിക്കണം എന്നതാണ്. നമ്മൾ ഏറ്റവും വലിയ എല്ലാ നിലക്കുമുള്ള സ്പെഷ്യാലിറ്റികൾ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയാൽ പോലും അതൊരു കാരണമാണ്. കാരണത്തിന് സ്വാധീനമുണ്ട്. നമ്മൾ എന്ത് സ്വീകരിക്കുമ്പോഴും നല്ല കാരണങ്ങളാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ അതേ സമയത്ത് ആ കാരണത്തിന് പൂർണ്ണമായ നിലക്കുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റൂല. സ്വാധീനമുണ്ടോ? ഉണ്ട്. പൂർണ്ണാർത്ഥത്തിൽ സ്വാധീനിക്കാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ ഖദറും കൂടി അതിലേക്ക് ഒത്തുചേരണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? കാരണങ്ങൾ സ്വീകരിക്കും. പൂർണ്ണമായ തവക്കുൽ ആരിലാണ്? അള്ളാഹുവിലായിരിക്കും എന്നുള്ളത്. അപ്പൊ കാരണത്തെ അമിതമായി അവലംബിക്കാനും പാടില്ല, കാരണത്തെ പൂർണ്ണമായും ഒഴിവാക്കാനും പാടില്ല, അള്ളാഹുവിനെ അവലംബിക്കുകയും വേണം എന്ന്. അപ്പൊ കാരണത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് അഖലിനെതിരാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം കാരണത്തെ സ്വീകരിക്കണം, എന്നാൽ ആ കാരണത്തിൽ പൂർണ്ണമായി അവലംബിക്കരുത്. അള്ളാഹുവിലാണ് പൂർണ്ണമായ നമ്മുടെ അവലംബം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. വഹീന ഇതിൻ, അങ്ങനെയെങ്കിൽ ഫദ്ദുആഉ മിൻ അഖ്വൽ അസ്ബാബ്, പ്രാർത്ഥന ഏറ്റവും വലിയ കാരണമാണ്. ഫഇദാ ഖുദ്ദറ വുഖൂഉൽ മദ്ഊ ബിഹി ബിദ്ദുആഇ ലം യസിഹ അൻ യുഖാൽ ലാ ഫായിദത ഫി ദുആ. അല്ലാഹു നമുക്കൊരു കാര്യം ലഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥന എന്ന കാരണം വെച്ചുകൊണ്ടാണെങ്കിൽ, ഒരാൾ പ്രാർത്ഥന കൊണ്ട് ഫായിദയില്ല, ഉപകാരമില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? കമാ ലാ യുഖാൽ, ഏതുപോലെ ലാ ഫായിദത ഫിൽ അക്ലി വശുർബ് വജമീഇൽ ഹറകാത്ത് വൽ അഅമാൽ, ഭക്ഷണം കഴിക്കുന്നതിലോ പാനീയം കുടിക്കുന്നതിലോ എല്ലാ ചലനങ്ങളും ഒന്നിനും ഉപകാരമില്ല എന്ന് പറയുന്നത് പോലെയാണത്. വലൈസ ശൈഉൻ മിനൽ അസ്ബാബി അൻഫഅ മിനദ് ദുആ, പ്രാർത്ഥനയെക്കാളും ഉപകാരമുള്ള മറ്റൊരു കാരണവുമില്ല. വലാ അബ്ലഗ ഫീ ഹുസൂലിൽ മത്ലൂബ്, വലാ അബ്ലഗ ഫീ ഹുസൂലിൽ മത്ലൂബ്, നമുക്കൊരു കാര്യം നേടാൻ വേണ്ടി അതിന്റെ അത്ര വലിയ കാരണമായി മറ്റൊന്നുമില്ല. ولما كان الصحابة رضي الله عنهم أعلم الأمة بالله ورسوله وأفقههم في دينه كانوا أقوم بهذا السبب وشروطه وآدابه من غيرهم. സഹാബാക്കൾ അവർ അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളുകളാണ്. റസൂലിനെ മനസ്സിലാക്കി, റസൂലിന്റെ നാവിൽ നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു, ദീനിൽ അങ്ങേയറ്റത്തെ അവഗാഹമുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? കാരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, മര്യാദകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യസ്തൻസിറു ബിഹി അലാ അദുവിഹി, തന്റെ ശത്രുവിനെതിരെ സഹായം തേടിയത് ദുആയിലൂടെയാണ്. വകാന അഅലമ ജുൻദിഹി, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൈന്യം. രണ്ട് സൈന്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൈന്യം പ്രാർത്ഥനയായിരുന്നു. വകാന യഖൂലു ലിസ്സഹാബ, അദ്ദേഹം സഹാബാക്കളോട് പറഞ്ഞിരുന്നു, ലസ്തും തുൻസറൂന ബികസ്റ വഇന്നമാ തുൻസറൂന മിനസ് സമാ, നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള സഹായം നിങ്ങളുടെ ആധിക്യം കൊണ്ടല്ല, ഒരുപാട് ആളുകളുണ്ട് എന്നതല്ല നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള മാനദണ്ഡം, മറിച്ച് സഹായം അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നാണ്. അതൊരു കാരണമാണ്, കാരണം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഖദറും പ്രധാനമാണ്. കാരണം സ്വീകരിച്ച എല്ലാ ആളുകൾക്കും കാര്യം നടന്നുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ആ കാര്യം നടക്കണമെങ്കിൽ കാരണം സ്വീകരിക്കണം, അതോടൊപ്പം അള്ളാഹു തീരുമാനിക്കുകയും വേണം എന്നുള്ളതാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഉത്തരം കിട്ടുമോ എന്ന ഒരു പേടി, അല്ലെങ്കിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു ഹമ്മ്, ഒരു ദുഃഖം എന്റെ മനസ്സിലുണ്ടാകാറില്ല. വലാകിൻ ഹമ്മദ് ദുആ, പ്രാർത്ഥിച്ചു കിട്ടുക എന്നതാണ് ഞാൻ ലക്ഷ്യമായി കാണാറുള്ളത്. എന്തുകൊണ്ടാ? ഫഇദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅഹു, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരം അതിന്റെ കൂടെ ഉണ്ട് എന്നാണ്. അതായത് കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കാരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിന്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യത്തെ അല്ല ഞാൻ ചിന്തിക്കുന്നത്, മറിച്ച് പ്രാർത്ഥിച്ചു കിട്ടുക എന്നതാണ് ഞാൻ ആലോചിക്കാറുള്ളത്. എന്നിട്ട് അങ്ങനെയുള്ള
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ കാര്യം ചില കവികൾ അത് കവിതയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പറയാം. ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം എന്നുള്ള പറയാം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പൊ അള്ളാഹു പ്രാർത്ഥന എന്തിന്റെ കാരണമാക്കിയിട്ടുണ്ട്? ഉത്തരം കിട്ടാനുള്ള കാരണമായി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ലാ ഫായിദത ഫി ദുആ, പ്രാർത്ഥന കൊണ്ട് ഫായിദയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും. എപ്പോ? ഇദാ ദഅാൻ, എന്നോട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ദബ അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് കോപിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ തൃപ്തിയും ഉള്ളത് അവനോട് ചോദിക്കുന്നതിലാണ്, അവനെ അനുസരിക്കുന്നതിലാണ്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കോപവുമുള്ളത്, അള്ളാഹുവിന്റെ ലഅനത്തുള്ളത് അവനോട് ചോദിക്കാതിരിക്കുന്നതിലാണ് എന്ന് പഠിപ്പിക്കാൻ. അപ്പൊ ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്ലാസ്സിന്റെ ഇതേ ചർച്ചയുടെ തുടർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അള്ളാഹു കാരണത്തെയും കാര്യത്തെയും അള്ളാഹു ബന്ധിപ്പിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ പ്രാർത്ഥന എന്ന കാരണത്തെ സ്വീകരിച്ചാൽ ഉത്തരം തരാ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറയാം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇത് ലഭിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ലഭിക്കൂല. അതെല്ലാം വിശുദ്ധ ഖുർആനിൽ കാരണവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ഓളം സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഏതാനും സ്ഥലങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ സംശയമായി ചോദിക്കാറുള്ളതാണ്. അപ്പൊ തിരിച്ചു നമുക്ക് ഈ പറഞ്ഞ കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ ചോദിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇത് പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും മസ്അല എന്ന നിലക്കല്ല നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ കാണേണ്ടത്, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന നിലക്കാണ്. പ്രാർത്ഥനയുടെ ബാബ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില ബാബുകളാണ് വരാറുള്ളത്. തിന്മയുമായി ബന്ധപ്പെട്ട് തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി സുദീർഘമായി വിശദീകരിക്കുന്നത്. ഒരുപാട് പേജുകളിൽ പറയുന്നത് തിന്മ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്. നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് പണ്ഡിതന്മാർ പല ആവർത്തി വായിക്കണം എന്ന് പറഞ്ഞ കിതാബാണ്. ചില പണ്ഡിതന്മാരൊക്കെ 20-30 പ്രാവശ്യമൊക്കെ അദ്ദാ എന്ന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇതുവരെ എടുത്ത ഭാഗം വീണ്ടും ഒന്ന് വായിച്ചു നോക്കാം. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജുകൾ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലക്ക് ഈ ക്ലാസ്സിൽ പങ്കാളികളാകുവാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك